രക്തസാക്ഷികളെ അവഗണിക്കുന്നുവെന്ന് കോൺഗ്രസിൽ പൊതുവികാരം. കോൺഗ്രസിന്റെ തകർച്ചയ്ക്കിടയാക്കിയത് ഇത്തരം സംഭവങ്ങളാണെന്നുമാണ് വിമർശനം. കാസർഗോഡ് പെരിയ കേസിലെ പ്രതിയുടെ മകന്റെ വിവാഹ സൽക്കാര ചടങ്ങിൽ നേതാക്കൾ പങ്കെടുത്തത് പരിശോധിക്കുന്ന അന്വേഷണ കമ്മീഷന് മുന്നിലും പരാതി എത്തി. പരാതിയിൽ കഴമ്പുണ്ടെന്നും ചില വീഴ്ചകൾ ഉണ്ടായെന്നും കമ്മീഷന്റെ വിലയിരുത്തലുണ്ട്. റിപ്പോർട്ട് ഉടൻ KPCCക്ക് കൈമാറും. പാർട്ടി പ്രവർത്തകരുടെ വികാരത്തെ കോൺഗ്രസ് ജില്ലാ നേതാക്കൾ വ്രണപ്പെടുത്തിയെന്നാണ് ആരോപണം. രക്തസാക്ഷികളെയും കേസിലകപ്പെടുന്നവരെയും കുറെ നാളുകളായി പാർട്ടി അവഗണിക്കുന്നു. ശരത്ലാൽ കൃപേഷ് കൊലപാതക കേസ് പ്രതിയുടെ മകന്റെ വിവാഹ സൽക്കാരത്തിൽ നേതാക്കൾ പങ്കെടുത്തതും വൻ വീഴ്ചയാണ്. KPCC നിശ്ചയിച്ച അന്വേഷണ കമ്മീഷന് മുന്നിലും പരാതി ഉയർന്നു. രക്തസാക്ഷി കുടുംബങ്ങളെ CPM സംരക്ഷിക്കുന്നതും പ്രവർത്തകർ നേതാക്കൾക്ക് മുന്നിൽ ചൂണ്ടിക്കാട്ടി. രക്തസാക്ഷികളുടെ അവഗണന പാർട്ടി സംസ്ഥാനത്തുടനീളം ദുർബലപ്പെടുത്തുകയും പ്രവർത്തകരെ നിരന്തരം നിരാശപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ സമീപനത്തിൽ മാറ്റമുണ്ടാകണമെന്നാണ് ആവശ്യം. രക്തസാക്ഷികളുടെ അവഗണനയ്ക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം KPCCക്ക് നൽകുന്ന കമ്മീഷണർ റിപ്പോർട്ടിലും ഇടം പിടിക്കും. ഉരുണ്ടുകൂടിയ പ്രശ്നങ്ങളിൽ പരിഹാരം തേടി തലപോയിക്കുകയാണ് കാസർഗോഡ് ജില്ലാ നേതൃത്വം. കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കേസുമായി ബന്ധപ്പെട്ട് അതിലെ 13-ാം പ്രതിയുടെ മകന്റെ വിവാഹ സൽക്കാരത്തിൽ ഏത് നേതാവ് പോയിട്ടുണ്ടെങ്കിൽ അത് പോയത് വലിയ തെറ്റാണ്. അത് ഒരിക്കലും അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല. വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത നേതാക്കൾക്കെതിരെ റിപ്പോർട്ട് KPCCക്ക് നൽകിയാൽ കോൺഗ്രസ് നേതൃത്വത്തിന് നടപടിയെടുക്കേണ്ടി വരും. ഒപ്പം രക്തസാക്ഷികളെ പരിഗണിക്കുന്നതിൽ പൊതു തീരുമാനവും എടുക്കേണ്ടി വരും. റിപ്പോർട്ടർ, കാസർഗോഡ്. നമുക്കൊപ്പം വിവരങ്ങളുമായി അഭിലാഷിച്ചിരുന്നു. അഭിലാഷ്, വെരി ഗുഡ് മോർണിംഗ്. നേരത്തെ കോൺഗ്രസിന്റെ ജില്ലാ ഘടകത്തിൽ തന്നെ വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസം ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു. കോൺഗ്രസിൽ ഒരു വലിയ ഇത് കാസർഗോഡിന്റെ മാത്രം ഒരു വിഷയമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്കിലും കാസർഗോഡ് പ്രത്യേകിച്ച് പെരിയ വിഷയത്തിലൊക്കെ കോൺഗ്രസിലെ ചില നേതാക്കൾ എടുത്ത നിലപാടിനോട് ചിലർക്ക് വലിയ വിയോജിപ്പുണ്ട്. അത് രാജ്മോഹൻ ഉണ്ണിത്താനും മറ്റ് നേതാക്കളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ വരെ എത്തുകയും ചെയ്തിരുന്നു. എന്താണ് പൊതുവെ നേതാക്കൾ പറയുന്നത്, അഭിലാഷ്? ഗുഡ് മോർണിംഗ് അരുൺ. ഈ പെരിയ ഇരട്ട കൊലപാതക കേസിലെ പ്രതിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ പങ്കെടുത്തു എന്നാണ് ഉയർന്ന ആരോപണം. ഇതിന്റെ ചില ചിത്രങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തിരുന്നു. ഇത് KPCC നേതൃത്വത്തെ വലിയ തരത്തിൽ അലോസരപ്പെടുത്തുകയും ഒരു അന്വേഷണ കമ്മീഷനെ നിയമിക്കുകയും ചെയ്തു. ഈ അന്വേഷണ കമ്മീഷൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു. ഈ അന്വേഷണ കമ്മീഷന് മുന്നിലാണ് പ്രവർത്തകർ തങ്ങളുടെ വികാരം വെളിപ്പെടുത്തിയത്. അതായത് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും വലിയ തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നു. അതായത് കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരങ്ങളെ മാനിക്കാതെയാണ് ഇത്തരത്തിലുള്ള പരിപാടികളിലൊക്കെ അവർ പങ്കെടുക്കുക ചെയ്യുന്നത്. ഇത് പ്രവർത്തകരെ വളരെ നിരാശപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്. അതോടൊപ്പം തന്നെ കേസിൽ അകപ്പെടുന്ന ആളുകളെയും രക്തസാക്ഷികളെയും പാർട്ടി നേതൃത്വം പൂർണ്ണമായി അവഗണിക്കുന്നു എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. ഇതിന് ഈ പെരിയ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പറയുന്നതെങ്കിലും കേരളത്തിലെ കോൺഗ്രസിനെ കുറിച്ചാണ് ഇത്തരത്തിലുള്ള ആരോപണം വരുന്നത്. അതായത് ഇത്തരത്തിൽ രക്തസാക്ഷികളെ മുഴുവൻ അവഗണിച്ചുകൊണ്ടാണ് പാർട്ടി നേതൃത്വം പോകുന്നത്. ഇതിന്റെ തുടക്കത്തിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ അതിന്റെ തുടക്കത്തിൽ വലിയ ഊർജ്ജസ്വലമായി മുന്നോട്ട് വരികയും പക്ഷേ പിന്നീട് ഇക്കാര്യങ്ങളൊക്കെ വിസ്മൃതിയിലേക്ക് പോവുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അത് പ്രവർത്തകരെ വികാരത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. ഇത് കോൺഗ്രസിന്റെ പ്രകടനത്തെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നു എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് മലബാർ മേഖലയിൽ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ തരത്തിലുള്ള തകർച്ച കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. മറ്റൊന്ന്, CPM അവരുടെ രക്തസാക്ഷികളെയും അവരുടെ കുടുംബത്തെയും എങ്ങനെയാണ് സംരക്ഷിക്കുന്ന കാര്യം കൂടി നോക്കി പഠിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം കൂടി അവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ കാര്യം വളരെ വ്യക്തമാണ്. മലബാർ മേഖലയിൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ നേതാക്കളുടെ പ്രവർത്തനങ്ങളിൽ വളരെ അസംതൃപ്തി പ്രകടിപ്പിക്കുന്നതാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കമുള്ള നേതാക്കൾ ഇതിന് പ്രവർത്തകർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു കാര്യം കൂടിയാണ്. അതോടൊപ്പം തന്നെ 50,000 വോട്ടുകൾക്ക് ഇവിടെ UDF കാസർഗോഡ് മണ്ഡലത്തിൽ ജയിക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ അതൊരു തിരിച്ചടി ഉണ്ടായാൽ അത് വലിയ തരത്തിലുള്ള പൊട്ടിത്തെറിയിലേക്ക് പോകുമെന്ന് തീർച്ചയാവുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന പ്രധാന പ്രതികരണം എന്ന് പറയുന്നത് തന്നെ തോൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ പാർട്ടിയുടെ പല ഭാഗങ്ങളിൽ നിന്നുണ്ടായി എന്നുള്ള ഒരു ആരോപണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തു. ഇതൊക്കെ പരിശോധിക്കുമ്പോൾ രക്തസാക്ഷികളോടുള്ള കോൺഗ്രസിന്റെ സമീപനം എന്തായിരിക്കണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് നൽകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് രക്തസാക്ഷികളെ എങ്ങനെ സംരക്ഷിക്കണം, അവരുടെ കുടുംബത്തെ എങ്ങനെ സംരക്ഷിക്കണം, കേസിലാക്കപ്പെടുന്നവരെ എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള റിപ്പോർട്ടായിരിക്കും അടുത്ത ദിവസം KPCC നൽകുക. ഓക്കെ, അഭിലാഷാണ് നമുക്കൊപ്പം ചേർന്നത്. ചില നേതാക്കൾക്ക് എന്തോന്ന് രക്തസാക്ഷിത്വം അല്ലേ? ഈ പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയുടെ മകന്റെ വിവാഹത്തിന് ആ രക്തസാക്ഷിത്വം ഒക്കെ മറന്ന് ചില നേതാക്കൾ പങ്കെടുത്തതാണ് ഈ അഭിപ്രായ വ്യത്യാസത്തിന് ഇടയാക്കിയത്.